എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. അങ്ങനെ ഗോവിന്ദനെ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് രഞ്ജോടൊന്ന് പൊട്ടിക്കരയാണ്. പെട്ടെന്ന് ഗോവിന്ദ വന്നിട്ട് എന്തിനാ മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിക്കാം. നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറയണം. പിന്നീട് ഗീത ചോദിച്ചു, എന്താ അമ്മയ്ക്ക് പറ്റിയത്, എന്താ കാര്യം എന്നൊക്കെ തിരക്കുവാണ്. ഈ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ പ്രിയ പറയുന്നേ അറ്റാക്ക് ആണെന്നു എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജു പറഞ്ഞു, സർജറി ഒക്കെ റിസ്ക് ആണെന്ന ഡോക്ടർ പറയണേ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മയുടെ നില ഭയങ്കര ഗുരുതരവാ ഗോവിന്ദേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, നീ സമാധാനിക്ക്, ഞാനൊന്ന് പോയി കാണട്ടെ, എൻ്റെ അമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഗീതുവിനും കൂട്ടിയും കൊണ്ട് പോവാണ്. ഈ സമയത്ത് കരയുന്ന രഞ്ജുവിനെ പ്രിയ സമാധാനിപ്പിക്കുക. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തേലും ആകുമോ, ഒരു കാര്യം ചെയ്യുക, ഇവിടെ വിഷമിക്കാതെ ഇവിടെ ഒന്ന് ഇരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിധത്തില് രഞ്ജുവിനെ പിടിച്ചുകൊണ്ട് ആ ചേറിൽ കൊണ്ട് ഇരുത്തുവാണ്. ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ ഐശ്വര്യത്തേക്ക് കയറി ചെല്ലുക. ചെന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വിജയലക്ഷ്മി കിടക്കുന്നുണ്ട്. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിനും ഗോവിന്ദനും സഹിച്ചില്ല. ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നു പോവാണ്. താന് ഇവരെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെയുള്ള ശിക്ഷയാണോ ദൈവം തനിക്ക് തന്നിരിക്കുന്നത് എന്നൊരു ചിന്ത പോലും ഗോവിന്ദന്റെ മനസ്സിലേക്ക് വരിക. അതിനേക്കാൾ ഇവര് കുഞ്ഞുനാളില് ഇവർ തന്റെ കയ്യെ പിടിച്ച് നടന്നതൊക്കെ എത്രയോ വട്ടങ്ങള്, എന്ത് സ്നേഹമായിരുന്നു തന്നോട് ഇവർക്ക്. എന്നിട്ട് ഇവര് ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴോ തനിക്ക് അതിനേക്കാളും കൂടുതൽ സങ്കടമായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും വിജയലക്ഷ്മി ഇങ്ങനെ അവ്യക്തമായിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ ഗീതുവിന് തോന്നുവാണ്. അപ്പൊ ഗീതുവും ഗോവിന്ദും കൂടെ പെട്ടെന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു. പിന്നീട് പതുക്കെ ആ വിറയ്ക്കുന്ന വിരലുകളെടുത്ത് ഗീതുവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഗീതു പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയെന്ന് വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഒരു മൂളലുണ്ട്. ഈ സമയത്ത് ഗോവിന്ദനാണ് ദേഷ്യവും സങ്കടം വന്നു. ഗോവിന്ദ് പറഞ്ഞു, എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചത്, ഇത്രമാത്രം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്കൊന്ന് പറയാൻ മേലായിരുന്നോ, എന്നോട് പറയണ്ട ഗീതുവിനോട് പറയാൻ മേലായിരുന്നോ, എന്നിട്ട് അവസാനം വന്നപ്പോ കണ്ടില്ലേ വീണ് പോയപ്പോഴോ എന്നൊക്കെ പറഞ്ഞു. ഗോവിന്ദ് സങ്കടം സഹിക്കാൻ പറ്റാതെ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടു, നിങ്ങളുടെ അസുഖം ഭേദമായി കഴിയുമ്പോൾ നിങ്ങളെ ഇനി തനിച്ച് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും എൻ്റെ കൂടെ എന്ന് പറയണം. പിന്നെ നിങ്ങളെ നോക്കാനായിട്ട് ഞാനുണ്ടല്ലോ എന്ന് പറയാൻ വന്നിട്ട് പറഞ്ഞു, അല്ല ഗീത ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം, സർജറി ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ ഗോവിന്ദ് പറയാ. ഗോവിന്ദ് അങ്ങനെ പറഞ്ഞാലും ഗോവിന്ദന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദന് അധിക സമയം അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ പൊട്ടിക്കരയെന്ന് ഗോവിന്ദന് തോന്നി. പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു, ദേ നീ ഇവിടെ കുറച്ച് സമയം നിൽക്കുക, ഞാൻ പുറത്ത് കാണാമെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ച് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ഗീതുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് വിജയലക്ഷ്മി വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. അവസാനം പറഞ്ഞു, മാസ്ക് ഒന്ന് മാറ്റാൻ പറയാണ്, മാസ്ക് ഉള്ളതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഗീതു നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മാസ്ക് ഒരു ഇത്തിരി സമയത്തേക്കൊന്ന് മാറ്റുമെന്ന് ചോദിക്കുകയാണ്. നേഴ്സും മാസ്ക് മാറ്റി കൊടുത്തു. ആ സമയം വിജയലക്ഷ്മി പറഞ്ഞു, അതെ എനിക്ക് ഗീതുവിനോട് തനിച്ച് സംസാരിക്കണം, നിങ്ങൾ അല്പസമയം ഒന്ന് മാറുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിജയലക്ഷ്മി ഈ പറഞ്ഞു കേട്ട കഴിഞ്ഞപ്പം നേഴ്സ് അങ്ങോട്ടേക്ക് മാറി. ഈ സമയം ഗീതുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് വിജയലക്ഷ്മി പറഞ്ഞു, മോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം, നീ ഇത് ആരോടും പറയല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി അമ്മയ്ക്ക് തന്നോട് പറയാനുള്ള എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത്തരം മുഖവരയുടെ കാര്യമൊന്നുമില്ല. പിന്നീട് പറഞ്ഞു, എനിക്കറിയാം നീ പോയത് എങ്ങോട്ടാന്ന്, തക്കലയ്ക്ക് പോയത് എന്തിനു വേണ്ടിട്ടാ, എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ, ആ രഹസ്യങ്ങള് ഞാൻ ഇവിടെ പറയാൻ പോണേന്ന് പറയാണ്. ഗീതു പറഞ്ഞു, അല്ലമ്മേ ഞാൻ അങ്ങോട്ടേക്ക് പോയെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ, രഹസ്യങ്ങൾ അന്വേഷിച്ചറിയാനാന്ന്. എനിക്കറിയാം, ഞാൻ എല്ലാം അറിഞ്ഞു പറയണം, അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിടക്കേണ്ടോളല്ലെന്ന് പറയണം. ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല, താനും കണ്ണേണ്ടും പോയതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, എൻ്റെ ഭഗവാനെ. പിന്നീട് ഗീതു അവരോട് പറഞ്ഞു, അതെ അമ്മ പൊറുക്കമ്മേ, ഞാൻ ഇനി അങ്ങനെയും ചെയ്യത്തില്ല, എനിക്ക് ഏത് നിമിഷത്തിലും അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല, ഞാനാ ശരിക്കും കണ്ണേണ്ണം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ, എന്നോട് ക്ഷമിക്കാമെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. വേണ്ട മോളെ, ഇനിയിപ്പോൾ എത്ര സമയം ഞാൻ ജീവനോടെ ഉണ്ടാവും അറിയത്തില്ല, സർജറി നടന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് അത് റിസ്ക് ആണ്, കാരണം സർജറി കഴിഞ്ഞാലും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പോലും അറിയത്തില്ല, അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്. അതിനുമുമ്പ് എനിക്ക് മോളോട് രഹസ്യങ്ങളൊക്കെ പറയണം, മോള് കണ്ടുപിടിക്കാൻ പോയ ആ രഹസ്യങ്ങളൊക്കെ ഞാൻ മോളോട് തുറന്നു പറയാൻ പോവാ എന്നൊക്കെ പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മിക്ക് അത്ര സമയം സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. ഈ സമയം ഇത് പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് ഒക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യുവാണ്. ആ സമയം ഗോവിന്ദും രഞ്ജുവും പ്രിയങ്ങളും ഡോക്ടറെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഡോക്ടർ സർജറിയെ കുറിച്ചൊക്കെ പറയണം, സർജറി നല്ല റിസ്ക് ഉള്ള കാര്യമാണ്, പിന്നെ അവർക്ക് ഇതിനു മുമ്പും സൈലന്റ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു തോന്നേ,
പക്ഷെ നിങ്ങൾ ആരും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഇല്ല ഡോക്ടർ എന്ന് പറയണം. അവർ കുറെ കാര്യത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അവർക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, ഇതാരോടും ഇത് ഞങ്ങൾ ആരോടും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാം. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണം. പക്ഷേ എങ്കിൽ സർജറി നടത്തിയാൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കൊരു വിശ്വാസമില്ല, സർജറി സക്സസ് ആയിരിക്കുമെന്നൊരു വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സർജറി നടത്തുള്ള ഫോമേ സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറയണം. ഗോവിന്ദ് നോക്കിക്കഴിഞ്ഞപ്പം സർജറി ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, സർജറി ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ആ ഫോമേ സൈൻ ചെയ്യുവാണ്. ഗോവിന്ദിന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുക ആ ഫോമേ സൈൻ ചെയ്യുന്ന സമയത്ത്. ഗോവിന്ദനറിയാം താൻ ഏറ്റെടുക്കാൻ പോകുന്ന വലിയൊരു റിസ്ക് ആണ്. തൻ്റെ അമ്മയുടെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കിടക്കുവാണ്. എപ്പോഴും എന്ത് നിമിഷം എപ്പോഴും വേണേലും എന്ത് സംഭവിക്കാം. അങ്ങനെ ഒരു നിലയിൽ കൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഗോവിന്ദ് ആ പാടെ അസ്വസ്ഥനായിരുന്നു. പിന്നീട് സൈൻ ചെയ്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഗീതുവിനോട് ആ സത്യങ്ങളൊക്കെ വീണ്ടും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുകയാണ് വിജയലക്ഷ്മി. പിന്നീട് വീണ്ടും പറഞ്ഞ് മാസ്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ ഗീതു മാസ്ക് മാറ്റി. പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യം ഒരു കാരണവശാലും ഗോവിന്ദ് അറിയില്ലെന്ന് പറയണം. ഇല്ലമ്മേ, കണ്ണേണ്ണ അറിയില്ല, ഞാൻ കണ്ണേണ്ട് പറയില്ല എന്ന് പറയണം. നിനക്കറിയാലോ ഗീതു, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. ഇത്രയും കാലം ഞാൻ ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ച എന്തിനാന്ന് നീ ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയും. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കാലം ഒരു രഹസ്യം മൂടി വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും. സ്വന്തം മോനെ അകറ്റി നിർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം കാണും. അതെന്താണെന്ന് മോൾ അറിയണം എന്ന് പറയണേ. ഇനി ഒരു പക്ഷേങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് വരത്തില്ല. എൻ്റെ സർജറി കഴിയുന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവൻ അങ്ങോട്ട് പോകും. പിന്നെ എനിക്ക് നിന്നോട് ഈ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം നിന്നോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറയാം. ഗീതു പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അമ്മ എന്താ മനസ്സിലുള്ളേ, അമ്മയുടെ മനസ്സിലെ രഹസ്യം എന്താന്ന് പറ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ ഞാൻ പറയാനുള്ള കാര്യം കേട്ടിട്ട് നിനക്ക് എന്നോട് ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം. അതുപോലെ തന്നെ ഗോവിന്ദ് ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് പറയണം. നീ എനിക്ക് വാക്കുതാ എന്ന് പറയണം. അങ്ങനെ അവസാനം ഗീതു പറഞ്ഞു, ഇല്ല, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, അമ്മയ്ക്ക് വാക്ക് തരുന്നു പറഞ്ഞ് കയ്യെ തൊട്ടങ്ങനെ സത്യം ചെയ്യുവാണ്. ഞാൻ പറയേണ്ട സമയത്ത് മാത്രം മോളത് പറയാവുള്ളെന്ന്. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് പറഞ്ഞു, മോൾക്ക് ശിവരഞ്ജിനിനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് അവളോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ ശിവ എന്ന് വരും ശിവരഞ്ജിനി എന്നുള്ള പേരും വരെ ഇട്ട്, ഒരു രാഗത്തിന്റെ പേര് വരെ ഇട്ട്. അത്രയ്ക്ക് എനിക്ക് അവളെ പ്രിയമായതുകൊണ്ടാണ്. പക്ഷേങ്കില് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്താ അമ്മ കാര്യം, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അല്ല, പലപ്പോഴും ഗോന്തി ചോദിച്ചിട്ടില്ലേ അമ്മയ്ക്ക് എങ്ങനെ ശിവരഞ്ജിനി എന്ന് പറഞ്ഞൊരു മോളുണ്ടായെന്ന്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഉത്തരം ഞാൻ തരാനായിട്ട് പോണെന്ന് പറയാം. ഗീതുവിനാണെങ്കിൽ ചങ്കിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന അത്ര ടെൻഷനാണ്. ഗീതു ചോദിച്ചു, അമ്മ മുഖവരയില്ലാത്ത കാര്യം പറ. അത് പിന്നെ നിങ്ങളെല്ലാവരും സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കുന്ന ശിവരഞ്ജിനി ഉണ്ടല്ലോ, അവൾ എൻ്റെ മകളല്ലെന്ന് പറയണം. ഒരു നിമിഷം ഗീതു ഞെട്ടി. അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, അവൾ എൻ്റെ മകളല്ല. അപ്പൊ നിനക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, അവൾ ആരുടെ മകളാന്നുള്ള സത്യം. അതിനുള്ള ഉത്തരം കേട്ട് കഴിയുമ്പോഴത്തേനും നീ എന്നെ വെറുക്കരുതെന്ന് പറയണം. പിന്നീട് ആ കാര്യങ്ങൾ പറയണേ. അവൾ എൻ്റെ വയറ്റിൽ പിറന്നതല്ല, അവൾ പിറന്നത് അനാർക്കലിയുടെ വയറ്റിലാന്ന് പറയണം. അനാർക്കലിയുടെ മോളെ ശിവരഞ്ജിനി എന്ന് പറയണം. ഭൂമി കീഴ്മേ പറയുന്ന പോലെ ഗീതുവിന് തോന്നുവാണ്. ഗീതുവിനെ കേട്ടത് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. ഗീതു ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുകയാണ്. എനിക്കറിയാം മോളെ, നിന്റെ മനസ്സിലെ വിഷമം ഇപ്പം എന്താന്ന്. തൽക്കാലത്തേക്ക് നീ ഇതാരോടും പറയാൻ പോരുത്, ഗോവിന്ദ് പോലും അറിയരുത്. അറിയാലോ. പിന്നീട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് വിജയലക്ഷ്മി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും പറയില്ല എന്ന് പറയാണ്. പക്ഷെ ഗീതുവിന്റെ മനസ്സിളയിക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെ താൻ ഗോവിന്ദനോട് പറയാതിരുന്നിട്ടുണ്ടെ എന്തായി തീരും. അത് മാത്രമല്ല, അതിനേക്കാളുപരി ഇന്നലെ നാളെ ഈ രഹസ്യങ്ങളൊക്കെ കണ്ണേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, അപ്പൊ എന്ത് ചെയ്യും. അമ്മയ്ക്ക് താൻ വാക്ക് കൊടുത്തും പോയി. ഇനി ഒരു പക്ഷെ തനിക്ക് രഞ്ജുവിനെ സ്നേഹിക്കാൻ സാധിക്കുമോ അനാർക്കയുടെ മോളാന്ന് അറിഞ്ഞിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഗീതു ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.